ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമർ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് എവിടെ ആഡ് ചെയ്യാം, ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മളൊരു ഷോപ്പ് റണ്ണിങ് ആണ്. ആ റണ്ണിങ് ഷോപ്പിൽ എത്രയാണോ കറണ്ട് ബാലൻസ് അത് എവിടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നോക്കാം ഡീറ്റെയിൽ ആയി. സോ അതിൻ്റെ അകത്ത് ഫസ്റ്റ് മാസ്റ്റർ എൻട്രി ഓപ്ഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ മാസ്റ്റർ എൻട്രി സെലക്ട് ചെയ്യുക. മാസ്റ്റർ എൻട്രിക്കകത്ത് കസ്റ്റമറിനോ എൻട്രി ചെയ്യുവാണ്. ഷാലി, ദെൻ അഡ്രസ് കൊടുക്കുക, സംതിങ്, ദെൻ സിറ്റി കൊടുക്കുക, ദെൻ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കോണ്ടാക്ട് നമ്പർ. അതിനുശേഷം ഇവിടെയാണ് ഓപ്പണിംഗ് ബാലൻസിനുള്ള ഓപ്ഷൻ വരുന്ന ഓപ്പണിംഗ് ബാലൻസ്. സോ എന്താണോ കസ്റ്റമറിൻ്റെ പ്രീവിയസ് ബാലൻസ് ഉണ്ടായിരുന്നത് അത് നമ്മൾ കസ്റ്റമറെ എൻട്രി ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു 6000 കൊടുക്കുകയാണ്. ഇതിന് ശേഷം സേവ് ചെയ്യുക. ഓക്കെ, ഇനി സെയിൽ പാനലിൽ നമ്മൾ ഈ കസ്റ്റമറിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ എന്താ കാണിക്കുന്നത് നോക്കാം. അപ്പോൾ സെയിൽ പാനൽ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഷാലിനെ കൊടുക്കുവാണ്. യെസ്, ഇപ്പോൾ ഷാലിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട്. ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 6000 DR കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 6000 ഇവിടെ കാണിക്കും. പിന്നീട് ക്രെഡിറ്റ് ബില്ലുകൾ ചെയ്യുമ്പോൾ ഈ 6000 കൂടെ അത് ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ റീറ്റെയിൽ ഡാഡി സോഫ്റ്റ്വെയറിൽ ഒരു കസ്റ്റമറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.